സ്ഥലം പാലക്കാട്. മുൻ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അധ്യാപനങ്ങൾ മുന്നോട്ട് വെച്ച പൗലോസ്, എന്താ വെച്ചാൽ ക്രൈസ്തവർ വിശുദ്ധനെന്ന് വിശ്വസിക്കുന്ന പൗലോസിന് വെളിപാട് ലഭിച്ചതായി അപ്പോസ്തല പ്രവർത്തികളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കണ്ടുപിടിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ വ്യക്തമാകുന്നത്. അപ്പോസ്തല പ്രവർത്തിയിൽ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ കണ്ടുപിടിക്കുമ്പോൾ ദമസ്കസിന് സമീപം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആകാശത്തൊരു പ്രകാശം കാണുകയും ആ പ്രകാശം അദ്ദേഹത്തെ ആവരണം ചെയ്യുകയും അവിടെ ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ കൂടെയുള്ള പുരുഷന്മാർ ആ പ്രകാശം കണ്ടില്ല, പക്ഷേ ആ അശരീരിയുടെ ശബ്ദം കേട്ടു. ഇതേ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിലൂടെ നോക്കിക്കാണുമ്പോൾ കൂടെയുള്ള പുരുഷന്മാർ പ്രകാശം കാണുകയും ശബ്ദം കേൾക്കുകയും ചെയ്തില്ല. ഇതിൽ നിന്ന് തന്നെ അപ്പോസ്തലനായ ഈ വിശുദ്ധ പൗലോസിന് ലഭിക്കുന്ന വെളിപാടിൽ ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയാദർശങ്ങളിൽ ഇത്ര കണ്ട് പ്രസക്തിയുണ്ട്. ഇത് ചോദ്യം എസ് ആന്റണി. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചുരുക്കി പറയാം. ക്രൈസ്തവർ വിശുദ്ധനെന്ന് വിശ്വസിക്കുന്ന പൗലോസിന് വെളിപാട് ലഭിച്ചതായി അപ്പോസ്തല പ്രവർത്തികളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ എന്തൊരു കാര്യമാണോ പറയുന്നത് അതിൽ നിന്ന് നേർവിപരീതമാണ് 22-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ കാണാൻ കഴിയുന്നു. ഒരിടത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെയുള്ള പുരുഷന്മാർ പ്രകാശം കണ്ടില്ല, അതേസമയം ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ 22-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പുരുഷന്മാർ പ്രകാശം കാണുകയും ശബ്ദം കേട്ടില്ല എന്നുമാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വെളിപാടിൽ ഇത്ര കണ്ട് വൈരുദ്ധ്യം നിലനിൽക്കെ ഈ പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഇന്നും ക്രൈസ്തവ സഭ വേദവാക്യമായി കണ്ടുവരുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഒമ്പതാം അധ്യായത്തിൽ പൗലോസിനുണ്ടായ അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിൽക്ക് എത്തിയപ്പോൾ സൂര്യന് വെല്ലുന്ന പ്രകാശത്തോടുകൂടി യേശു പ്രത്യക്ഷനായി, പക്ഷേ ഒരു രൂപവും കണ്ടില്ല, പ്രകാശമേ കണ്ടുള്ളൂ, മറ്റുള്ളവർ ശബ്ദവും കേട്ടു എന്ന് ആദ്യം എഴുതിയിരിക്കുന്നു. 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവർ പ്രകാശം കണ്ടു എന്നല്ലേ? പ്രകാശം കണ്ടു ശബ്ദം കേട്ടില്ല എന്നല്ലേ? രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഒരേ കാര്യം തന്നെ. അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ കൂടെ സാക്ഷികളായി പുരുഷന്മാർ പറയുന്നത് ഇവിടെ 9-ാം അധ്യായത്തിൽ പറയുന്നത് അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അതെ, ആരെയും കണ്ടില്ല. അതേസമയം 22-ാം അധ്യായത്തിൽ പറയുന്നത് എങ്കിലും എന്നോട് സംസാരിക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല എന്നാണ്, മറിച്ച് പ്രകാശം കണ്ടു എന്നാണ്. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. ഇത് വൈരുദ്ധ്യമല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒരിടത്ത് പ്രകാശം കണ്ടു, മറ്റിടത്ത് പ്രകാശം കണ്ടില്ല. ഒരിടത്ത് ശബ്ദം കേട്ടു, മറിച്ച് ശബ്ദം കേട്ടില്ല. ഇങ്ങനെ വെളിപാടിൽ പോലും വൈരുദ്ധ്യം നിലനിൽക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങളിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ്. ഇതിന്റെ കൈയെഴുത്ത് പ്രതി നോക്കിയെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അറിയും. തർജിമയിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ഏത് ബൈബിൾ എടുത്താലും ഇതേ അവസ്ഥയാണല്ലോ. ഏത് ബൈബിൾ എടുത്തു നോക്കിയാലും. മനസ്സിലായില്ല? ബൈബിളിനകത്ത് വിവർത്തനത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് ആത്മാവിനെ കിട്ടിയവരല്ല ഇത് എഴുതിയിരിക്കുന്ന ആദ്യം പേര്. ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ലാത്തവരാണ് ഇത് വിവർത്തനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 ബൈബിളുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ ഇതേ അവസ്ഥയാണ്. അപ്പൊ ഇതിൽ മാത്രം മിസ്റ്റേക്ക് അല്ല, മൊത്തത്തിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രകാശം കണ്ടു ശബ്ദം കേട്ടു എന്ന് ഒരിടത്തും
മറ്റൊരു സ്ഥലത്ത് ശബ്ദം കേട്ടില്ല എന്ന്. അപ്പൊ പ്രകാശം കണ്ടു എന്നുള്ള സത്യമാണോ? ഏതാണ് സത്യം എന്ന് താങ്കൾ തന്നെ പറയണം. സുഹൃത്തുക്കളെ, ഇവിടെ ചോദ്യോത്തരം നടക്കണത്. എല്ലാ ബഹുമാന്യ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി നേരത്തെ തന്നെ പഠിച്ചു വന്നിട്ടുള്ള ആൻസറുകളല്ല ഇപ്പോൾ പുതിയതായിട്ടാണ് അദ്ദേഹം കാണുന്നത്.